ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമാവാതെ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ്. വെറുതെ ദൈവത്തോട് സ്നേഹം തോന്നിപ്പോകും, മനസ്സിൽ മധുരം നിറയും. കാരണം ദൈവം എന്നെ എനിക്കായി സ്നേഹിക്കുന്നല്ലോ. ആർക്ക് കഴിയും അങ്ങനെ? എനിക്ക് വേണ്ടി പീഡകളും മുറിവുകളും ഏറ്റുവാങ്ങി മരിക്കാൻ തയ്യാറായ അവിടുത്തെ ആ മുറിവുകൾ തന്നെയാണ് സ്നേഹത്തിന്റെ അടയാളവും ഏറ്റവും വലിയ തെളിവും. ഇന്ന് നമ്മൾ ഓർക്കുന്ന റിച്ചി ലെവിസ് കാതറിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ധ്യാന വിഷയം കർത്താവിന്റെ പീഡാനുഭവമായിരുന്നു. അതായിരുന്നു അവളുടെ ആശ്വാസം. പ്രത്യേകിച്ച് എല്ലാ വ്യാഴാഴ്ചകളിലും ഉച്ച മുതൽ വെള്ളിയാഴ്ച 3 മണി വരെയും പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ച് സമാധിയിലാകുമായിരുന്നു. വലിയ സ്നേഹത്തിന്റെ അടയാളമായി കർത്താവിന്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു. അത്രയും പാഷനേറ്റ് ലവ് ആയിരുന്നതുകൊണ്ട് തന്റെ വേദനകൾ അവൾക്ക് വേദനയായേ തോന്നിയില്ല. താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവായിരുന്നു ആ മനസ്സ് നിറയെ. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു. കാരണം നമുക്ക് പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്നവരെല്ലാം നമ്മുടെയും സ്നേഹിതരാകുമല്ലോ. ശുദ്ധീകരണാത്മാക്കളോടുള്ള കാതറിന്റെ ഭക്തിയും ഒരു പ്രത്യേകതയായിരുന്നു. മുറിയപ്പെടാനുള്ള സന്നദ്ധതയാണ് യഥാർത്ഥ സ്നേഹമെന്ന വെളിച്ചം നമ്മിലെ സ്നേഹത്തെ ശുദ്ധമാക്കട്ടെ. God, give me the grace to love you passionately.